ഹായ്, ഞാൻ സിന്ധു പ്രദീപ്, ബ്ലിസ് ബ്യൂട്ടി സൊല്യൂഷൻസ് ഗുരുവായൂർ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണ പ്രൊസീജിയർ മൈക്രോ നീഡ്ലിംഗ് ആണ്. എന്താണ് മൈക്രോ നീഡ്ലിംഗിന്റെ ബെനിഫിറ്റ്സ്? മൈക്രോ നീഡ്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആന്റി ഏജിംഗ് ആണ്. അതായത് ഏജിംഗ് പ്രോസസ്സ് ഇത്തിരി സ്ലോ ആക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ സ്കാർസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ ആക്സിഡൻസ് പറ്റിയിട്ടുള്ള സ്കാർസ്, മുറിഞ്ഞിട്ടുള്ള സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഒരു 4-5 സിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് റെഡ്യൂസ് ആവും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള കൊളോജൻ പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിക്കാനും മൈക്രോ നീഡ്ലിംഗ് ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പം പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേ ക്ലയന്റിന്റെ ഫേസിൽ ഒരു നമ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പം നീഡില് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നീഡില് ഫിക്സ് ചെയ്യാണ്. നീഡില് നമ്മുടെ മെഷർമെന്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കട്ട് ചെയ്തു. സ്കിന്നിനെ നമ്മൾ നീഡിൽ വെച്ചിട്ട് പഞ്ചർ ചെയ്യണം. അപ്പൊ ആ ഏരിയക്ക്, പഞ്ചർ ചെയ്ത ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടും. അതോടുകൂടിയിട്ട് തന്നെ കൊളോജൻ പ്രൊഡക്ഷനും കൂടും. ആന്റി ഏജിങ്ങിനും റിങ്കിൾസ് ഫോം ചെയ്യാതിരിക്കാനും, അതായത് സ്ലോ ഏജിങ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കഴിഞ്ഞാല് കുറച്ച് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഒരു സിറ്റിംഗ് കഴിഞ്ഞ് 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സിറ്റിംഗ്.